വിശദമായ വാർത്തകൾ ഓരോന്നായി പരിശോധിക്കാം. സോനങ് വാങ്ചുക്കിന് പാക് ബന്ധമെന്ന് ലഡാക്ക് DGP ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും ഇയാൾക്ക് സോനം വാങ്ചുക്കുമായി ബന്ധമുണ്ടെന്നും മൊഴി ലഭിച്ചു. ഇതിന്റെ രേഖകൾ ഉണ്ടെന്നും ലഡാക്ക് DGP വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സോനം വാങ്ചുക് പങ്കെടുത്തിരുന്നതായും ഇയാൾ ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നതായും ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായി അന്വേഷണം നടക്കുന്നതായും ലഡാക്ക് DGP വ്യക്തമാക്കി. जो सोनम वांगचुक का है, अगर आप देखें इनका प्रोफाइल और इनकी हिस्ट्री रही है, ये सारा कुछ आपको YouTube में अवेलेबल होगा. जिस किस्म से इंस्टिगेशन वाली उन्होंने बातें की हैं, अरब स्प्रिंग की बात की है, या नेपाल या बांग्लादेश या श्रीलंका की जो इंस्टिगेट करने के लिए उनका एक अपना एजेंडा है. जहां तक आपकी फॉरेन फंडिंग की बात कर रहे हैं, उसके ऊपर ऑलरेडी प्रोसेस चल रही है. FCRA की वायलेशन का कितना वहां पे है. हमने पिछले दिनों जब चलो इस प्लेटफॉर्म में बता देता हूं, हमने एक पाकिस्तान PIO भी पकड़ा था जो इनके साथ उनकी रिपोर्टिंग करके अक्रॉस भेज रहा था. उसके भी एक हमारे पास रिकॉर्ड है. जो सोनम वांगचुक का है, अगर आप देखें इनका प्रोफाइल और इनकी हिस्ट्री रही है, ये सारा कुछ आपको YouTube में अवेलेबल होगा. जिस किस्म से इंस्टिगेशन वाली उन्होंने बातें की हैं, अरब स्प्रिंग की बात की है. നന്ദഗോപൻ ചേർന്നു. നന്ദൻ, നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചതാണ് ഈ സോനം വാങ്ചുക് ആള് പ്രശ്നക്കാരനാണ് എന്നുള്ളത്. കാരണം ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു, ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. അവിടെയെല്ലാം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായോ അവിടുത്തെ ഭാരതവിരുദ്ധ കേന്ദ്രങ്ങളുമായെല്ലാം ഇയാൾ ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷമാണ് ലഡാക്കിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ റിലീസിൽ വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ലഡാക്ക് DGP കൂടി ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഗൗതം, ഒരു കറ തീർന്ന തീവ്രവാദിയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ സോനം വാങ്ചുക്കിലുണ്ടെന്ന് നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പക്കലുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ഇയാൾ നിരന്തരം പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ചാര സംഘടനകളുമായൊക്കെ തന്നെ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇയാൾ ഈ പാകിസ്ഥാനിലെ ചില പ്രബലരുമായി നിരന്തരം ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരതത്തിന്റെ പല കോണുകളിലും സംഘർഷം വിതയ്ക്കുവാൻ വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ ഇത്തരം സംഘടനകളുമായി ചേർന്ന് ഇയാൾ ആസൂത്രണം ചെയ്തെന്നൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിച്ചിരുന്നു. ഇതുകൂടാതെയാണ് ഇന്നിപ്പോൾ ലഡാക്ക് DGP കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു രഹസ്യാന്വേഷണ വിഭാഗ ഉദ്യോഗസ്ഥനെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ അറസ്റ്റിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സോനങ് വാങ്ചുക്കും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, അതായത് ഈ പാകിസ്ഥാനിലെ ചാരസംഘടനയുടെ ഇന്റലിജൻസ് ഓഫീസറുടെ കൃത്യമായ മൊഴിയും അതുമായി ബന്ധപ്പെട്ട അതിനനുസൃതമായ രേഖകളും ലഡാക്ക് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് ഒരു ആന്റി നാഷണലാണ് ഈ സോനങ് വാങ്ചുക് എന്നുള്ളത് കൃത്യമായി ലഡാക്ക് പോലീസും വ്യക്തമാക്കുന്നു. ഈ ലഡാക്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലഡാക്കിനെ സ്വതന്ത്ര പദവിയിൽ സംസ്ഥാന പദവി നൽകുക, അതേപോലെ തന്നെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ലഡാക്കിൽ ഇത്തരത്തിലൊരു സമരത്തിന് ഇയാൾ മുൻകൈ എടുത്തത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ലഡാക്കിൽ സംഘർഷം പരത്തുക, മാത്രമല്ല സമീപ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ജൻസി പ്രക്ഷോഭങ്ങൾ, ഇവിടെ അത്തരം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ച് ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം സോനങ് വാങ്ചുക്കിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സോനങ് വാങ്ചുക്കിനെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ഉം കോൺഗ്രസും രംഗത്ത് വന്നത് അപലപനീയമാണ്. ഇത്തരമൊരു ആന്റി നാഷണലിനെതിരെ അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് CPM നേതാക്കൾ രംഗത്ത് വന്നത് തീർച്ചയായിട്ടും അപലപനീയം എന്നുള്ളതാണ് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ആന്റി നാഷണലുമായി ചേർന്നുകൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടക്കുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള നിലപാടാണ് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഗൗതം, ലഡാക്ക് സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായിട്ടുള്ള സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് ലഡാക്ക് DGP സ്ഥിരീകരിക്കുകയാണ്. ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചതിൻ്റെയും ബംഗ്ലാദേശ് സന്ദർശിച്ചതിൻ്റെയും കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഡാക്ക് DGP വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് S. നന്ദഗോപൻ.